കുഞ്ഞപ്പൻ ഈ സാധനം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഫോറിൻ. എനിക്ക് സത്യത്തിൽ ഈ ഓണം ജാതി കല്യാണത്തിന് വരെ ഒരു താല്പര്യമില്ലായിരുന്നു. എന്റെ പെണ്ണുപിള്ളയുടെ നിർബന്ധം കൊണ്ടോ എനിക്ക് ജയനുണ്ടല്ലോ, അവനെ കണ്ട ഒറ്റ ചവിട്ട് കൊടുക്കാൻ തോന്നും. പക്ഷെ നിങ്ങളെ കണ്ടപ്പോൾ ഞാൻ ഹാപ്പിയായി. കല്യാണ പെണ്ണിന്റെ കൊച്ചച്ഛനായ എനിക്ക് തരുന്ന മര്യാദ നിങ്ങൾക്ക് അറിയാലോ. വീട്ടിൽ ഒരുപാട് പരിപാടി മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ചീട്ട് കളിച്ചിരിക്കണേ. സത്യത്തിൽ ഈ സാധനം കണ്ടപ്പോഴാണ്, അല്ല ചേട്ടനെ കണ്ടപ്പോഴാണ് എനിക്ക് സന്തോഷം. എന്നാ നമുക്ക് ഫേസ്ബുക്കിൽ ലൈവ് പോയാലോ? സാറെ കുഞ്ഞപ്പനെ കൈ കഴിക്കുന്നു. അയ്യോ അതെ, ഞാൻ എവിടെ പോയാലും കുഞ്ഞപ്പൻ കൂടെ വരും. എന്റെ മെയിൻ കൈക്കാരനാണേ. എനിക്ക് ഗതിയില്ലാത്ത പാവങ്ങൾക്ക് പിച്ച കൊടുക്കുന്ന വലിയൊരു ആശ്വാസമാണ്. കുഞ്ഞപ്പൻ കഴിക്കേ, വില കൂടിയതാ, കുറച്ചെടുത്താ മതി. അയ്യോ അത് വേണ്ട സാറേ. സാറിനൊക്കെ ഒഴിച്ചു വെച്ച സാധനം ഞാനെടുത്ത് കുടിക്കാന്ന് വെച്ചാ അതിന് കുഞ്ഞപ്പനായിട്ടില്ല. ഓ എന്നാ വിനയവാ. അതെ അതെ, മൊത്തം കയറ്റമാണോ? സൂക്ഷിച്ച് പിടിച്ചോണം. കൊച്ചച്ചമ്പാ കുഞ്ഞപ്പൻ ലുക്കും ഇല്ല, റിച്ചർസും ഇല്ല, ലൈക്ക് പറയും. കല്യാണ പെണ്ണിന്റെ കൊച്ചച്ഛൻ കല്യാണ വീട്ടിൽ നിന്ന് സുഗതൻ. പറഞ്ഞു. കൊച്ചച്ഛനാണെന്നുള്ള പേരേ ഉള്ളൂ. ചേട്ടനെ ഇവിടെ കല്യാണമാണ്. ഇതുവരെ വീട്ടിൽ നിന്ന് ഒരു തുള്ളി കട്ടൻ ചാമല കിട്ടിയിട്ടില്ല. ഇതുപോലെ കൂതറ കല്യാണം എന്റെ അമ്മയുടെ ഒരു ഫോറിൻ ആരാണ് ഇവിടെ ഗതിയില്ലാത്ത? എടാ നീ എന്നെ ഫേസ്ബുക്കിൽ കയറ്റി വിട്ടോടാ. എടാ ദുബായ് പട്ടി ചച്ച തെണ്ടിക്കുണ്ടായ പന്ന കളന്റെ മോനെ പട്ടി സൂത. ആരാണ് നിന്റെ കൈക്കാരൻ? രണ്ടിനെയും കുത്തി കൊറയാൻ പുറത്തെടുക്കും അവന്റെ ഒരു ദുബായ്. ചേട്ടന്റെ കള്ളു മേടിച്ച് കുടിച്ചോണ്ട് ചേട്ടനെ തെറി വിളിച്ചില്ലേ അവൻ. കാണിച്ചു കൊടുക്കാൻ ഞാൻ അന്നേ സാധനം ഇരിപ്പുണ്ടോ? ഇനി ഉണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് അടിച്ചോളാം. ഞാൻ പ്രശ്നക്കാരല്ല. ഹലോ, അഞ്ജനയുടെ അമ്മയല്ലേ? അതെ, അഞ്ജുടെ അമ്മ. ആരാ? അഞ്ജനെ കെട്ടാൻ പോകുന്ന സന്ദീപില്ലേ, അവന്റെ കാമുകയാ. അവൻ എന്നെ ചതിച്ചിട്ട് ഈ കല്യാണം കഴിക്കുന്ന എനിക്കൊന്ന് കാണണം. നടത്തത്തില്ല ഞാൻ. ഹലോ ഹലോ, എടി സൂര്യ. എന്താ ചേച്ചി? ഏതോ ഒരു പെണ്ണ് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് സന്ദീപിന് ഏതോ പ്രേമുണ്ടെന്ന്, ഈ കല്യാണം നടത്തൂലെന്നൊക്കെ പറയുന്നുണ്ട്. കല്യാണം നടത്തില്ലെന്നോ? ആര്? ഇതേ കണ്ടില്ലേ, ഇതേതോ പിള്ളേര് പറ്റിക്കാൻ ചെയ്ത പണിയാ. എടി ജയനോടൊന്ന് പറയണ്ടേ? നല്ല കാര്യായി. ജേട്ടന് അതിലും വലിയ ഇതായിട്ട് നടക്ക. ഏതോ പിള്ളേര് തമാശ കാണിച്ചതിന് ചേച്ചി പോയി കിടന്ന് ഉറങ്ങാൻ നോക്കി. വാ. സുരച്ചേട്ടൻ്റെ സദ്യയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ആണോ? സദ്യക്ക് പേരുണ്ടായിട്ട് എന്താ കാര്യം? ആരെങ്കിലും വിളിക്കണ്ടേ? ഇതന്നെ എങ്ങനെയോ വന്ന് പെട്ടതാ. ആള് മാറി വിളിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്.
സുര ഒറ്റയ്ക്കുള്ളോ? ഇതെന്താ ഇവന്മാർ കിടന്നുറങ്ങണേ? പാവങ്ങളല്ലേ, ഉറങ്ങിക്കോട്ടെ. ഇതൊരു ശല്യമല്ല, സഹായ. ഒരു കട്ടെടുക്കട്ടെ. വേണ്ട വേണ്ട. അല്ല കിടക്കുന്നില്ലേ? റെജിയോട് പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിൽ വേണമെങ്കിൽ. അത് കുഴപ്പമില്ല, ഞാൻ അവിടെ കൂടിക്കോളാം. ആ പിന്നെ ഇനി പായസം കൂടി ഇറക്കാമല്ലോ. നാളെ സദ്യ വിളമ്പിന് മുന്നേ ആദ്യത്തെ ഗ്ലാസ് പായസം ജയൻ തന്നെ കുടിക്കണം. അങ്ങനെ ആകുമ്പോൾ എനിക്ക് അടുത്തവർക്ക് പെട്ടെന്ന് കിട്ടും. അത് ഞങ്ങളൊരു വിശ്വാസമാണ്. നാളെ അല്ലേ? ആ അവൻ്റെ മറ്റടുത്ത വിശ്വാസം. സൂക്ഷിച്ച് കളിച്ചോണം, ഇനി കൈ വന്നോളും. ചേട്ടത്തല്ലേ ഇത് കഷ്ടം. മുടിയാനായിട്ട് കട്ടനായിരുന്നു. തേറ്റ് ധരിപ്പിച്ച് തേണ്ടി. ചീട്ടൊക്കെ ചീഞ്ഞ് ഈ കൈ അടിക്കും. തീർന്നു. മോനൊരു 10 രൂപ തന്നെ. ഒരു പ്രാവശ്യം ചേട്ടാ ഇനി കാശ് തരാൻ പറ്റട്ടെ. കാശില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ പോകും. വെറുതെ മനുഷ്യൻ മുഴുവൻ കളിച്ച് കളഞ്ഞല്ലോ. ഞാൻ കുറച്ചുകൂടെ ചേർന്നിരിക്കാം. പന്നെ കുറെ നേരമായാലും മേത്തോട്ട് കയറിയിരിക്കാൻ തുടങ്ങിയിട്ട് എന്നാ മണി കയറി ബാക്കിയുള്ള കയ്യിലെ കാശ് തീർത്ത് പറക്കത്തില്ലാത്തവൻ. ആരാണ് സുഖമായത്? ഞാൻ ദുബായ് കുറെ നേരമല്ല തുടങ്ങിയിട്ട്. പോയി കിടന്ന് ഉറങ്ങണ. എടാ കാശ് പോയി വീട്ടിൽ പോയി കിടന്നു.